ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് നല്ലൊരു കിഡിലൻ അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. പോലീസ് രാവിലെ തന്നെ ആദർശിനെ അറസ്റ്റ് ചെയ്യാൻ എത്തുന്നു. വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തതിനാൽ അനഘ എന്ന് പറയുന്ന ഒരു പാവം പെൺകുട്ടിയെ ആദർശ് വളരെ മോശമായ രീതിയിൽ ഉപദ്രവിക്കുകയും മാനസികമായിട്ടൊക്കെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലൈന്റ് കൊണ്ട് തന്നെ വരികയാണ് കേട്ടോ. കേസ് കേന്ദ്രത്തിൽ വരെ എത്തിയതിനാൽ അങ്ങനെ ആദർശിനെ അറസ്റ്റ് ചെയ്യുകയല്ലാതെ വേറെ വഴികളില്ലെന്ന് പോലീസ് മുത്തശ്ശനെ അറിയിക്കുകയാണ്. മുത്തശ്ശൻ പോലീസിനോട് ആദർശ് ചെയ്ത തെറ്റെന്താണെന്ന് ചോദിക്കുകയും അത് തെളിയിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണെന്നൊക്കെ പറയുന്നു. മാത്രമല്ല, അനഘയെ ഉപദ്രവിച്ചതിനോ അല്ലെങ്കിൽ കുഞ്ഞ് ആദർശിന്റേതാണെന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്നും മുത്തശ്ശൻ ചോദിച്ചു. പോലീസ് മറുപടിയായി പറയുന്നത് ഈ പരാതി വീട്ടിലെ ഇളയ മരുമകളായ അനാമിക മാധ്യമങ്ങളോട് പറഞ്ഞതിനാൽ അതങ്ങോട്ട് വൈറലായി. സാധാരണക്കാർ പോലും ഇപ്പോൾ ഏറ്റെടുത്തൊരു വിഷയമാണിത്. വലിയൊരു വ്യവസായ കുടുംബമായ അനന്തപുരിയുടെയും ഇന്ത്യയിലും വിദേശത്തും ശാഖകളുള്ള മൂർത്തീസ് ജ്വല്ലറിയുടെയും പേര് ഇതിൽ ഉൾപ്പെട്ടതിനാൽ തന്നെ ആളുകൾക്ക് ഈ കാര്യത്തിൽ താല്പര്യം കൂടുമെന്നും പോലീസ് പറയുന്നു. കൂടാതെ പണമുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റുകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുവെന്നും ഒരു ആരോപണമുള്ളതായിട്ട് പോലീസ് മുത്തശ്ശനെ അറിയിക്കുകയാണ്. എന്തായാലും മുകളിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെ അറസ്റ്റ് രേഖപ്പെടുത്താതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നുള്ളൊരു ആവശ്യം പോലീസ് ഉന്നയിക്കുകയാണ് മുത്തശ്ശന്റെ അടുത്ത്. ആദർശ് അനഘയെ ഉപദ്രവിച്ചിട്ടില്ലെന്നും കുഞ്ഞ് ആദർശിന്റേതാണെന്ന് ഒരു തെളിവുമില്ലെന്നും മുത്തശ്ശൻ പറയുന്നുണ്ട്. ചന്തുമോൾ ഈ വീട്ടിലെ ഒരാളുടെ കുട്ടിയാണെന്ന് കരുതിക്കൊണ്ടാണ് കൂട്ടിക്കൊണ്ടു വന്നത്. അനഘ ഒരിക്കലും ആദർശിനെതിരെ പരാതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ആദർശ് നിരപരാധിയാണെന്ന് തെളിയുമ്പോൾ പോലീസ് ദുഃഖിക്കേണ്ടി വരുമെന്നും ഒരു നിരപരാധിയെ സമൂഹത്തിന് മുന്നിൽ വലിച്ചിഴക്കരുതെന്നും മുത്തശ്ശൻ വാദിക്കുന്നുണ്ടെങ്കിൽ പോലും പോലീസ് പറയുന്നുണ്ട്, ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. അറസ്റ്റ് ചെയ്യാനുള്ള സമ്മർദ്ദമുണ്ട് ഞങ്ങൾക്ക്, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയാണ് എന്ന്. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാമ്യം എടുക്കാം എന്ന് പറഞ്ഞ് ആദർശിനെ കൊണ്ടുപോവുകയാണ് കേട്ടോ പോലീസ്. ഇതിനിടയിൽ നയനയൊക്കെ ആണെങ്കിലും ആദർശേട്ടൻ നിരപരാധിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ കാരണം തുറന്നു പറയുന്നില്ല. ആദർശിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് മാധ്യമങ്ങൾ അങ്ങനെ ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുന്നു. നയനയ്ക്കൊക്കെ ആണെങ്കിൽ ഇത് കണ്ട് വിഷമമായെങ്കിലും സത്യം തുറന്നു പറയാൻ അപ്പോഴും തയ്യാറായില്ല. അതേസമയം അഭിയും നവ്യയും ഈ കാഴ്ച കണ്ട് അഹങ്കാരത്തോടെ നിൽക്കുകയാണ്. അഭി പറയാണ്, കണ്ടില്ലേ മഹാന്റെ പോക്ക്, എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തിയത്, ഞാൻ ഇതിനൊന്നും കാരണമായിട്ടില്ല. അങ്ങനെ അനന്തപുരി കുടുംബത്തിന്റെ പേര് തന്നെ അവൻ കാരണം ഇല്ലാതായി. മുത്തശ്ശനെ കണ്ടാൽ ഇപ്പൊ ആളുകൾ തുപ്പും. അഭി ഇങ്ങനെയെല്ലാം നവ്യയോട് പറയുന്നത് നമ്മുടെ മുത്തശ്ശൻ കേട്ടുപോവുകയാണ്. മുത്തശ്ശൻ ഉടനെ തന്നെ അഭിയോട് വന്നിട്ട് ദേഷ്യപ്പെടുകയാണ്. അഭി, നീ പറഞ്ഞല്ലോ ആൾക്കാർ എന്നെ കണ്ട തുപ്പുവെന്ന്. ഈ അനന്തമൂർത്തിയെ കണ്ട ആരും തുപ്പില്ലടാ. അങ്ങനെ ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അനാമികയുടെ തെറ്റായ കളികളിലൂടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതാണെങ്കിലും ആ കളങ്കം എങ്ങനെ ഇല്ലാതാക്കണമെന്ന് എനിക്കറിയാം. അനാമികയെ ഞാൻ മൂക്കുകൊണ്ട് ക്ഷാ വരപ്പിക്കും. അതുകൊണ്ട് ആദർശിനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നീ നിന്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുക. മുത്തച്ഛനും അഭിയും തമ്മിലുള്ള തർക്കത്തിനിടയിൽ ജലജ അങ്ങോട്ട് വരുന്നുണ്ട്. ജലജ പറയുന്നുണ്ട്, ഇപ്പോഴും അച്ഛൻ അഭിയെ കുറ്റപ്പെടുത്താൻ മാത്രമേ നേരമുള്ളൂ അല്ലേ? അഭി എന്ത് തെറ്റാ ചെയ്തത്? ആദർശിനെ എല്ലാ അധികാരങ്ങളും കൊടുത്തപ്പോ അവൻ വഴി തെറ്റിപ്പോകുമെന്ന് അച്ഛൻ ഒരിക്കലും വിചാരിച്ചില്ല അല്ലേ? ആദർശ് ധീരനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് വളർത്തിയിട്ട് കുടുംബത്തിന് മുഴുവൻ ഇപ്പൊ ചീത്തപ്പേരുണ്ടാക്കി. എനിക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അനാമിക ഇനിയും ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തുവിടും. അനന്തപുരി തറവാട് മൊത്തത്തിൽ തകർന്നുകൊണ്ടിരിക്കുക അച്ഛ. ജാനകി അപ്പൊ പറയുന്നുണ്ട്, ജലജെ, അനാമിക അങ്ങനെ വെറുതെ ഒന്നും ചെയ്യില്ല. അവളെ വേദനിപ്പിച്ച് ഇറക്കി വിട്ടതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. എന്റെ മോളെ കറിവേപ്പില പോലെയാണ് ഇവിടുന്ന് എല്ലാവരും കൂടെ ഇറക്കി വിട്ടത്. ആ വിഷമം കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. അതിലൊരു തെറ്റുമില്ല. ഇല്ലെങ്കിൽ അവൾ ഈ കുടുംബത്തിനെതിരായിട്ട് ഒന്നും പറയില്ലായിരുന്നു എന്നിങ്ങനെയെല്ലാം പറഞ്ഞ് ജാനകി അനാമികയെ വാനോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുത്തശ്ശിക്കും മുത്തശ്ശനും ഒക്കെ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശിയും പറയുന്നുണ്ട്, ജാനകി, നീ നിന്റെ മരുമകളെ ന്യായീകരിച്ച് ഇതുവരെ കഴിഞ്ഞില്ലേടി? നിനക്കും ഒരിക്കൽ അനുഭവം ഉണ്ടാകുമ്പോൾ പഠിച്ചോളും. ഇപ്പൊ അവൾ ആദർശിന്റെയും നയനയുടെയും അനിയുടെയും നേരെ തിരിഞ്ഞു. ഒരു ദിവസം നിന്റെ നേരെയും തിരിയും. അപ്പൊ നിനക്ക് മനസ്സിലാകും ആരാണ് അനാമികയെന്ന്. അവളും കുടുംബക്കാരും നല്ലവരല്ല. ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടാക്കിയതും അവള് തന്നെയാണ്. ഉടനെ മുത്തശ്ശൻ, നീ പറഞ്ഞ ശരിയാ വസുന്ധരെ, പക്ഷേ ഇവിടെ ഞാൻ അനാമികയെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല. ഇവിടെ അവളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ചിലരുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ആരെങ്കിലും ഈ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും പിന്നെ ഇവിടെ സ്ഥാനം ഉണ്ടാവില്ലെന്ന് മുത്തശ്ശന് അഭിയെയും അതുപോലെ ജലജയെയും ഒക്കെ ഉദ്ദേശിച്ച് പറയുകയാണ്. പിന്നീട് നയനയാണെങ്കിലും മുത്തശ്ശനോട് ആദർശിനെ ജാമ്യത്തിൽ ഇറക്കാൻ അപേക്ഷിക്കുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ ജയിലിൽ കിടക്കേണ്ട ഒരു കാര്യമില്ല മുത്തശ്ശ. മുത്തശ്ശനെല്ലാം അറിയാലോ. എന്നാൽ ജാനകിയൊന്നും അതിന് സമ്മതിക്കുന്നില്ല. ജാനകി നയനയെ എതിർത്തുകൊണ്ട് പറയാ, നിന്റെ ഭർത്താവ് രഹസ്യമായ ഒരു പെൺകുട്ടിയെ പിഴപ്പിച്ചതും ഒരു കുട്ടി ഉണ്ടാക്കിയതും തെറ്റല്ല അല്ലേ? ആ പെൺകുട്ടിയെ അവൻ ഒരുപാട് ഉപദ്രവിച്ചു. വിവാഹത്തിന് മുമ്പ് ആ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ വിവാഹം നടത്തി കൊടുക്കാമായിരുന്നല്ലോ. എന്നിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ട്
അവൻ വലിയ നല്ലവനായിട്ട് നിന്റെ കൂടെ ജീവിക്കുകയല്ലായിരുന്നു. ഇതൊക്കെ കണ്ടാണ് എന്റെ മകൻ അനിയും വഴി തെറ്റിയത്. എന്റെ അനാമികമോളുടെ ജീവിതം തകർത്തിട്ട് അവൻ ഇപ്പോഴും നന്ദുവിന്റെ പുറകെയാണ് നടക്കുന്നത്. എന്നാൽ ജാനകിയുടെ ഈ വാക്കുകളെ എതിർത്തുകൊണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ജാനകി, അനിയുടെ ജീവിതം ഒരിക്കലും വഴി തെറ്റിയിട്ടില്ല. അവൻ നേരായ വഴിയിലൂടെ തന്നെയാണ് പോകുന്നത്. അനാമികയുമായി ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ടാണ് അവൻ നന്ദുവിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്നത്. അനാമികയെ പോലൊരു പെൺകുട്ടിയോടൊപ്പം ആർക്കും ജീവിക്കാൻ കഴിയില്ല. അതിന് അവനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ജാനകിയെ. പക്ഷേ ജാനകിയുടെ തലയിൽ ഇതൊന്നും കയറുന്നില്ല. അനിയൻ നന്ദുവിനെയും തന്നെ പിന്നെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദർശ് അറസ്റ്റ് ചെയ്യപ്പെട്ടതിന്റെ ആ ഒരു സന്തോഷം അനാമിക തന്റെ കാമുകനുമായിട്ട് പങ്കുവെക്കുകയാണ്. ആദർശ് അകത്തായി. ഇനി അനിയെ പൂട്ടണമെന്നാണ് അനാമികയുടെ ആഗ്രഹം. അതിനുവേണ്ടി താൻ അനിയും അമ്മയും തന്നെ മാനസികമായി പീഡിപ്പിച്ചെന്നും ഭക്ഷണം പോലും തന്നില്ലെന്നും മാധ്യമങ്ങളോട് പറയുമെന്നും മാത്രമല്ല അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധവും ഞാൻ പുറത്തുവിടും. അങ്ങനെ അനന്തപുരിയിലുള്ള എല്ലാവരെയും വിഷമിപ്പിക്കണം എന്നൊക്കെയാണ് അനാമിക മനക്കോട്ട കിട്ടുന്നത്. കാമുകൻ ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിലും തങ്ങൾക്ക് നഷ്ടപരിഹാരമാണ് ആദ്യം വേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു. അത് ലഭിച്ചാൽ ജീവിതം മുന്നോട്ട് പോകും. അനിയിൽ നിന്ന് വിവാഹമോചനം നേടി അത്യാവശ്യം പണവും കൈക്കലാക്കി നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നൊക്കെ കാമുകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അനാമികയ്ക്ക് ലക്ഷ്യം വേറെയാണ്. അവൾക്ക് കിട്ടുന്ന പണം തന്റെ കാമുകന് കൊടുത്ത് അവരുടെ ബിസിനസ് മെച്ചപ്പെടുത്തണമെന്നും അനന്തപുരി കുടുംബത്തെക്കാൾ ഉയർന്നു വരണമെന്നും ഒക്കെയാണ് അനാമികയുടെ മോഹം. പക്ഷേ കാമുകൻ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നത് ആ പണം ലഭിച്ചാൽ അയർലൻഡിലേക്ക് മുങ്ങാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ദുഷ്ടയായ ഒരുവളോടൊപ്പം ജീവിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും ഇവളൊക്കെ നാളെ തന്നെയും ചതിക്കില്ലെന്ന് എന്താണ് ഉറപ്പെന്നും കാമുകൻ ചിന്തിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ആദർശിനെ പോലീസ് ലോക്കപ്പിലിട്ട് സച്ചിദാനന്ദൻ എന്ന CI കണക്കിന് ഉപദ്രവിക്കുന്നുണ്ട്. കാരണം വേണുവും ഉപേന്ദ്രനും ചേർന്നാണ് CIക്ക് ഇതിനുള്ള നിർദ്ദേശം നൽകിയത്. ആദർശിന്റെ അഹങ്കാരം തീർക്കണമെന്നും നയനെ കരയുന്നത് കാണണമെന്നും വേണുവും അനാമികയും CIയോട് പറയുന്നു. അങ്ങനെ സച്ചിദാനന്ദൻ വളരെ പരുക്കനായിട്ട് തന്നെ ആദർശിനോട് പെരുമാറുകയാണ്. അനാമികയുടെ മനസ്സിലാണെങ്കിൽ പ്രതികാരം ഇങ്ങനെ തിളച്ചു മറിയുകയാണ്. തന്നെ വേദനിപ്പിച്ചവർ സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ അനാമിക ആഗ്രഹിക്കുന്നില്ല. ഉപേന്ദ്രൻ സച്ചിദാനന്ദൻ എന്ന CIയെ തെറ്റിദ്ധരിപ്പിച്ച് ആദർശ് ഒരു വലിയ തെറ്റ് ചെയ്തതായി ധരിപ്പിച്ചു. സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നവരെ സച്ചിദാനന്ദന് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പക കൂടെ മനസ്സിൽ വെച്ച് ആദർശിനെ സച്ചിദാനന്ദൻ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നൊക്കെയുണ്ട്. നീ ഒരു പെൺകുട്ടിയെ ചതിച്ചു, ഇങ്ങനെയുള്ള ദുഷ്ടന്മാരാണ് നാടിന്റെ ശാപം എന്നൊക്കെ പറഞ്ഞ് സച്ചിദാനന്ദൻ ആദർശിനെ ഉപദ്രവിക്കുകയാണ് കേട്ടോ. അനിയോടാണെങ്കിലും അനിക്ക് നന്ദുവിനോടുള്ള ബന്ധം കാരണം സച്ചിദാനന്ദൻ അവനോടും ദേഷ്യമുണ്ട്. നന്ദു തന്റെ പെണ്ണാണെന്നും അനി അവളെ ഉപദ്രവിക്കുകയാണെന്നും അതുകൊണ്ട് അനിയെപ്പോലുള്ളവന്റെ ചേട്ടനായ ആദർശിനും ഇത് കിട്ടണമെന്നും പറഞ്ഞ് CI അങ്ങനെ ആദർശിനെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ നയനയും മുത്തച്ഛനും ജാമ്യം എടുക്കാൻ വരുമ്പോൾ ആദർശ് ഒരനക്കവും ഇല്ലാതെ തളർന്നിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. നയനയ്ക്കും മുത്തച്ഛനും ഒക്കെ ആ കാഴ്ച കണ്ട് സങ്കടം സഹിക്കാനാവുന്നില്ല. ആദർശിനെ ചേർത്ത് പിടിച്ച് നയന ചോദിക്കുകയാണ്, എന്ത് പറ്റി ആദർശേട്ടാ? അപ്പൊ CI പറയുകയാണ്, എന്താണ് ചെയ്തതെന്ന് അവനറിയാം. അവൻ നല്ലവനായിട്ട് അഭിനയിക്കുകയല്ലായിരുന്നു. ആ പെൺകുട്ടിയെ അവൻ ഒരുപാട് ഉപദ്രവിച്ചു. എന്നിട്ടോ പണം കൊണ്ടെല്ലാം മറച്ചു വെച്ചു. ഇങ്ങനെയുള്ള കള്ളന്മാർക്കും കാപാലികർക്കും കൊടുക്കേണ്ട ശിക്ഷ തന്നെയാണ് ഞാൻ ഇന്നലെ കൊടുത്തത്. ഇനി ജാമ്യം കിട്ടിയതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയി എണ്ണയിട്ട് തിരുമിയാൽ മതി. മുത്തശ്ശൻ അതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും സഹിക്കാൻ പറ്റുന്നില്ല. മുത്തശ്ശൻ CIയോട് ആയിട്ട് പറയുകയാണ്, നിങ്ങൾ ആദർശിനോട് ചെയ്തതിന് മറുപടി പറയേണ്ടി വരും, ഓർത്തോ അത്. നിങ്ങൾക്ക് ഈ അനന്തമൂർത്തിയെ അറിയില്ല എന്നിങ്ങനെ. സച്ചിദാനന്ദൻ അതൊക്കെ കേട്ട് പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറയാ, എനിക്കറിയാം അനന്തമൂർത്തിയെ, ഒരു കോടീശ്വരനല്ലേ. പക്ഷെ ഇപ്പോഴെന്താ അഭിമാനം എല്ലാം പോയില്ലേ? അനാമിക എന്ന പെൺകുട്ടിയെ നിങ്ങൾ എല്ലാവരും കൂടെ എത്രമാത്രം ദ്രോഹിച്ചു. അവള് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കുടുംബചരിത്രം മുഴുവൻ വിളിച്ചു പറയുന്നുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് മനസ്സിലായി അനന്തമൂർത്തിയും മൂർത്തീസ് ജ്വല്ലറിയും അനന്തപുരിയും ഒക്കെ എന്താണെന്നുള്ള കാര്യം. എന്തായാലും നയനയ്ക്ക് മനസ്സിലാവുകയാണ് ഇതിന്റെ പിന്നിൽ അനാമിക തന്നെയാണെന്ന്. ഈ CIയും അവളുടെ ആളാണ് എന്ന് പറഞ്ഞ് ആദർശിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ മുത്തശ്ശനും നയനയും കൂടിയിട്ട്. വീട്ടിലെത്തിയപ്പോഴേക്കും ജലജിയും ജാനകിയും ഒക്കെ ആദർശിനെ ഇങ്ങനെ കളിയാക്കുകയാണ്. നയനയെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് നവ്യ ഇങ്ങനെ ഇയാളെ ചേർത്ത് പിടിച്ചുകൊണ്ടുവരാൻ നിനക്ക് പറ്റുന്നുണ്ടല്ലോ, എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് നയന നല്ല ദേഷ്യത്തോടെ നവ്യയോട് പറയാണ്, നവ്യേച്ചി എന്നോട് സംസാരിക്കരുത്, സംസാരിച്ചാൽ ഞാൻ പലതും പറഞ്ഞു പോകുമെന്ന്. എന്നാലും ആദർശിനെ കുറിച്ച് ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ലെന്നും ഇനി തലമറച്ചു വേണം പുറത്തിറങ്ങാനെന്നും പറഞ്ഞ് ജാനകിയും ജലജിയും ഒക്കെ കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോഴും നയന പറയുന്നുണ്ട് അവരോടൊക്കെ, ഇതിനൊക്കെ കാരണം അനാമികയാണ്. എന്റെ ആദർശേട്ടനെ ഇങ്ങനെ ചെയ്ത് അവളോട് ഞാൻ പകരം വീട്ടുവന്ന് അവൾ ഒരിക്കലും സ്വസ്ഥമായിട്ട് ജീവിക്കില്ല എന്ന്. ജാനകിയൊക്കെ എന്നിട്ടും അനാമികയുടെ സൈഡ് നിന്നുകൊണ്ട്, അനാമിക പറഞ്ഞതിൽ എന്താടി തെറ്റ്? അവള് സത്യമല്ലേ വെളിപ്പെടുത്തിയത്? അബിയെ 100 തവണ കുറ്റം പറയുന്ന നീയൊക്കെ ആദർശിന്റെ തെറ്റുകൾ മറച്ചു വെച്ചതല്ലേ? ഇതൊക്കെ അവന് കിട്ടേണ്ടത് തന്നെയാണെന്ന് ജലജിയും ആക്ഷേപിക്കുന്നു. എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നയനയ്ക്ക് ഒത്തിരി സങ്കടമാവുന്നുണ്ട്. മാത്രമല്ല
നയന ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും അതിനായിട്ട് തയ്യാറായി ഇരുന്നോളാൻ പറയുകയാണ്. ശേഷം നയന അകത്തു പോയിട്ട് ആദർശനോട് പറയുന്നു, DNA ടെസ്റ്റ് റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ടല്ലോ ആദർശേട്ടാ, അത് നമുക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തണം. അതോടൊപ്പം അബിയെക്കുറിച്ചുള്ള സത്യങ്ങളും തുറന്നു പറയണം. വെറുതെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ കുറ്റാരോപിതനായിട്ട് ജീവിക്കണ്ടല്ലോ. എന്നാൽ നയന അത് പറഞ്ഞിട്ടും ആദർശന് സമ്മതമാവുന്നില്ല. നയനയെ പിന്തിരിപ്പിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അതിനൊരു കാരണമായിട്ട് ആദർശ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ DNA റിസൾട്ട് പുറത്തുവിട്ടാലും മാധ്യമങ്ങൾ അത് വളച്ചൊടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സത്യം നമുക്ക് കോടതിയിൽ തെളിയിക്കാം. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും വിളിച്ചു പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ആദർശ് പറയുന്നത്. പക്ഷേ നയനെ അതിന് സമ്മതിക്കുന്നില്ല. ഇല്ല ആദർശേട്ടാ, ഇനി ആദർശേട്ടനെ ഞാൻ ഇങ്ങനെ കളിയാക്കാൻ സമ്മതിക്കില്ല. നവ്യേച്ചിയുടെ ജീവിതം ഓർത്തിട്ടാണ് ഇതുവരെ ഇത്രയും സഹിച്ചത്. പക്ഷെ ആ നവ്യേച്ചി പോലും ആദർശേട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ, കുത്തുവാക്കുകൾ പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കണം. സത്യങ്ങൾ ഞാൻ തന്നെ വെളിപ്പെടുത്തും. എന്നാൽ ആദർശ് പിന്നെയും നയനെ തടയുകയാണ്. സമയമായിട്ടില്ല നയനെ, നമുക്കിത് കോടതിയിൽ സമർപ്പിച്ച് തെളിയിക്കാം. അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയേണ്ട ഒരാവശ്യവുമില്ല. അതേസമയം ഈ സംഭവം വൈറലായ വിവരമെല്ലാം അനഘയുടെ ജോലിക്കാരി അനഘയെ അറിയിക്കുകയാണ്. അനഘയ്ക്ക് അപ്പോഴേക്കും ചലനശേഷിയൊക്കെ തിരികെ കിട്ടിയിട്ടുള്ള സമയമാണ്. പക്ഷേ അനഘ അത് ആരോടും പുറത്തു പറയാതെ ഇരിക്കുകയാണ്. അബിക്കൊക്കെ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ അത് തന്റെ ജീവൻ അപകടത്തിലാക്കുമെന്ന് അനഘയ്ക്ക് അറിയാം. അങ്ങനെ ഇക്കാര്യം തൽക്കാലം മറച്ചു പിടിക്കുകയാണ് അനഘ. പക്ഷേ നമ്മുടെ മുത്തശ്ശൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞ മുത്തശ്ശൻ ജോലിക്കാരിയോടായിട്ട് പറയുന്നുണ്ട്, അനഘ പൂർണ്ണമായിട്ടും സുഖം പ്രാപിച്ച ശേഷം മാത്രമേ ഈ വിവരം പുറത്തറിയിക്കാവൂ എന്ന്. കാരണം അബി ഈ വിവരം അറിഞ്ഞാൽ വെറുതെ ഇരിക്കില്ലെന്ന് എനിക്കറിയാം. നമുക്കൊരു ചെറിയ നാടകം കളിക്കാം. അതിന് അനഘയും സമ്മതിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞതിന് പ്രകാരമാണ് തന്റെയും തന്റെ മകളുടെയും സുരക്ഷയ്ക്കായിട്ട് രോഗിയായിട്ട് തന്നെ തുടർന്നു അഭിനയിക്കാമെന്ന് അനഘ തീരുമാനിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആദർശിന്റെ അവസ്ഥ കണ്ടപ്പോൾ അനഘയ്ക്ക് ഒത്തിരി സങ്കടമായി. അനഘ ജോലിക്കാരിയോടായിട്ട്, ചേച്ചി ഇത് കണ്ടോ, ആദർശേട്ടനോട് അബി എന്തുമാത്രം ദ്രോഹമാണ് ചെയ്യുന്നത്. അനാമികയുടെ ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിലും അബിയാണ്. അവർ ആദർശേട്ടന്റെയും നയനയുടെയും ജീവിതം വെച്ചാണ് കളിക്കുന്നത്. ചന്തമോളെ സ്വന്തം മോളെ പോലെ വളർത്തുന്നവരാണ് അവർ. അവർക്ക് ഒരു ദോഷവും വരാൻ ഞാൻ സമ്മതിക്കില്ല. ആദർശേട്ടനെ ജയിലിൽ വരെ അടച്ച് തല്ലി ചതച്ചു. ആ അവസ്ഥ കണ്ടിട്ട് എനിക്ക് മിണ്ടാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അബിയുടെയും അനാമികയുടെയും കള്ളത്തരങ്ങൾ എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തണം. ഇനി ആദർശേട്ടൻ നാണം കെടാൻ ഞാൻ സമ്മതിക്കില്ല. അനഘ ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പോ അനഘയുടെ ഈ തീരുമാനത്തിന് ജോലിക്കാരിയും പിന്തുണ നൽകുകയാണ്. തുടർന്ന് അനഘ മാധ്യമങ്ങളെ അനന്തപുരിയിലേക്ക് വിളിപ്പിച്ചു. ആദർശിന്റെ കുട്ടിയെന്ന് പറയുന്ന ചന്തമോളുടെ അമ്മയാണ് ഞാൻ. എനിക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. അങ്ങനെയാണ് അനഘ മാധ്യമങ്ങളെ അറിയിക്കുന്നത്. പിന്നീട് അനഘ അനന്തപുരിയിലേക്ക് വരുന്നത് കണ്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. അസുഖം മാറി പഴയതിനേക്കാൾ ആരോഗ്യവതിയായിട്ട് അനഘ തിരിച്ചു വരുന്നത് കണ്ടിട്ട് അഭിയൊക്കെ ആണെങ്കിലും പേടിച്ച് മുറിക്കകത്ത് ഒളിക്കുകയാണ്. അനഘ വന്ന ഉടനെ തന്നെ ചന്തമോളെ എടുത്ത് ഉമ്മ നോക്കിയാണ്. ചന്തമോളാണെങ്കിൽ അമ്മയെന്ന് വിളിച്ച് അനഘയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മീഡിയയുടെ ഒക്കെ മുന്നിൽ വെച്ച് തന്നെ അനഘ ചന്തമോളെ വാരിയെടുത്ത് മോളേന്ന് വിളിച്ച് ഉമ്മ നോക്കിയാണ്. മുത്തശ്ശനൊഴികെ മറ്റെല്ലാവരും ഇത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ശേഷം അനഘ മാധ്യമങ്ങളോട് എല്ലാവരോടും പറയാണ്, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആദർശേട്ടനല്ല അബിയാണെന്ന്. വെറുതെ ആദർശേട്ടനെ നിങ്ങൾ എല്ലാവരും കൂടെ ക്രൂശിക്കരുത്. ഇന്നലെ ജയിലിൽ കിടന്ന ആദർശേട്ടൻ അനുഭവിച്ച പീഡനങ്ങളും ദ്രോഹങ്ങളും വളരെ വലുതാണ്. ഒരു കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇതൊക്കെ സഹിച്ചത്. ഇതിന്റെയൊക്കെ പിന്നിലെ യഥാർത്ഥ ദുഷ്ടൻ അബിയാണ്. അബിയാണ് എന്നെ ചതിച്ചത്. ഇത് കേട്ടതും നവ്യയും ജലജയും ജാനകിയും ഒക്കെ ഞെട്ടിത്തെറിച്ചു പോകുന്നുണ്ട്. മാധ്യമങ്ങൾ ഈ വിവരങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. അനഘയുടെ വാക്കുകൾ വൈറലാവുകയും ചെയ്തു. ഏതായാലും പിന്നീട് അങ്ങോട്ട് അബിക്കും അനാമിയയ്ക്കും ഒക്കെ കഷ്ടകാലത്തിന്റെ നാളുകളാണ്. ഇത്രയും നാളും നടത്തിയ കൊള്ളരുതായ്മകൾക്ക് എല്ലാത്തിനുമുള്ള തിരിച്ചടി അവർക്ക് ഒന്നൊന്നായിട്ട് തിരികെ കിട്ടുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്